നമസ്കാരം. കോഴിക്കോട് പാളയം മാർക്കറ്റ് കുടിയൊഴിപ്പിക്കാൻ വിടില്ലെന്നും ഇതിനായി കോർപ്പറേഷൻ അധികൃതരെ പാളയത്ത് കാലുകുത്താൻ അനുവദിക്കില്ലെന്നും കോൺഗ്രസ് അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല MLA. പച്ചക്കറി ഫ്രൂട്ട്സ് മാർക്കറ്റ് പാളയത്ത് തന്നെ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് MK രാഘവൻ MP പാളയം മാർക്കറ്റിൽ നടത്തുന്ന 24 മണിക്കൂർ ഉപവാസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പകരം മുന്നോക്കക്കാർക്കായി സ്ഥലം സൗകര്യ കമ്പനിക്ക് നൽകി കമ്മീഷൻ പറ്റാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. അഴിമതിയുടെ ഭാഗമായാണ് മാർക്കറ്റ് മാറ്റുന്നത്. 45 വർഷം ഭരിച്ച ഇടതുമുന്നണിയുടെ നയം മൂലം കച്ചവടക്കാരുടെ തൊഴിലാളികളുടെയും ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. കുത്തക മുതലാളിമാരുടെ താൽപ്പര്യത്തിനാണ് അധികാരികൾ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. പാളയം പൈതൃക സ്വത്താണെന്നും അവിടെ മാൾ നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും MK രാഘവൻ MP പറഞ്ഞു. അടുത്ത കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഇടതു കുത്തക അവസാനിപ്പിക്കും. കോർപ്പറേഷൻ ഭരണം സംവിധാനം പറ്റി സമഗ്ര അന്വേഷണം നടത്തുമെന്നും MP രാഘവൻ പറഞ്ഞു. 2026 കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരും. അപ്പോൾ ഈ പൈതൃകത്തിന് നിലനിർത്താൻ സമഗ്ര നിയമം കൊണ്ടുവരും. പാളയം കുടിയൊഴിപ്പിക്കാൻ വന്നാൽ ചാവേർപ്പടയെ പോലെ മുന്നിൽ ചാടി വീഴുമെന്നും MK രാഘവൻ MP പറഞ്ഞു. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു. സ്വകാര്യമായി ചോദിച്ചു, ഒരു കാലണയുണ്ടോ കയ്യിലെടുക്കാൻ? ഉച്ചവരെ കാത്തുനിന്നിട്ടും ഒരു സഖാവിന് പോലും കാലണ കൊടുക്കാനില്ലായിരുന്നു. സഖാവ് കൃഷ്ണപിള്ളയ്ക്ക് ദാരിദ്ര്യമായിരുന്നു അന്നത്തെ സഖാവിന്റെ മുഖമുദ്ര. ക്ഷൗരം ചെയ്യാൻ വന്ന സഖാവിന് കാര്യം മനസ്സിലായി. എന്റെ പ്രിയപ്പെട്ട നേതാവിന് സഖാവിന് കാലണ കയ്യിലെടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് ക്ഷൗരം ചെയ്യണ്ട എന്ന് പറഞ്ഞത്. സഖാവ് പറഞ്ഞു, സഖാവേ, ഞാനിവിടെ വന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, അല്ലാതെ കാലടക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങളെ ക്ഷൗരം ചെയ്യാൻ അനുവദിക്കണം. ആത്മാഭിമാനിയായ സഖാവ് കൃഷ്ണപിള്ള പറഞ്ഞു, സഖാവേ, നിങ്ങൾ നാളെ വരൂ, എന്റെ മുടി നാളെ വെട്ടിയാൽ മതി. ക്ഷൗരം ചെയ്യാൻ കാലണയില്ലാത്ത സഖാവ് കൃഷ്ണപിള്ളയുടെ കഥ വന്ന് മാർക്കറ്റ് ചെയ്തിട്ടാണ് കോഴിക്കോട്ടങ്ങാടിയിൽ CIT ഉണ്ടായത്. ആ CIT കാരനത് കോഴിക്കോട്ട് പാളയത്ത് ഫ്രൂട്ട്സ് വെക്കുന്ന CIT കാരനെ കാണുമ്പോ ഒരു പുച്ഛമാണ്. ആ തൊഴിലാളി നേതാവ്, നമുക്കറിയാം തൊഴിലാളി നേതാക്കന്മാരുടെ കഥ. കോഴിക്കോട്ടങ്ങാടിയിൽ പണ്ട് മെല്ലിഞ്ഞ് ഉണങ്ങിയ ചില തൊഴിലാളി നേതാക്കന്മാരുണ്ടായിരുന്നു. മാവൂർ ഗോളിയോ അയോൺസിനകത്തൊക്കെ തൊഴിലാളികൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ ചില തൊഴിലാളി നേതാക്കന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ഒന്ന് പാളയത്ത് കൂടി പോകുമ്പോ അങ്ങനെ പഠിച്ചു കൊഴുത്ത സഖാക്കള, പഴയ സഖാവല്ല, പഠിച്ചു കൊഴുത്ത സഖാവ്. ആ സഖാവ് AC ഇന്നോവയിൽ പോകുമ്പോ ഒന്ന് പാളയത്തേക്ക് നോക്കുമോ? പ്രിയമുള്ളവരെ, നിങ്ങൾ ഒന്ന് നോക്കുമോ? ഞാൻ നോക്കും ഇത് വഴി പോയാൽ. കാരണം തൊഴിലാളിയെ കാണുമ്പോ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കൊരു സന്തോഷമാണ്. പാളയത്തെ വെയിലും മഴയത്തും മഞ്ഞിലും ഇവിടെ ഫ്രൂട്ട്സ് വിറ്റ്, ഇവിടെ പപ്പടം വിറ്റ്, ഇവിടെ കവർ വിറ്റ്, ഇവിടെ മുളക് വിറ്റ്, ഇവിടെ തലയിലെടുത്ത് ജീവിക്കുന്ന തൊഴിലാളിയെ കാണുമ്പോ നമുക്ക് അഭിമാനമാണ്. എന്തിന്റെ പേരില? ആ തൊഴിലാളിയുടെ വേർപ്പാണ് പ്രിയമുള്ളവരെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. ആ തൊഴിലാളിയുടെ വേർപ്പ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. ആ തൊഴിലാളിയെ കൂട്ടുപിടിച്ച 30 മുതൽ ഇങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ക്ലച്ച് പിടിച്ചത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ലച്ച് പിടിച്ചത് ഈ നാട്ടിൽ വളർന്നു വലുതായത് തൊഴിലാളിയെ കഴിഞ്ഞിട്ട്.